المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഇമാമിന് 800 ശമ്പളമായിരുന്നു. ഇപ്പോൾ 3000-ഓളം ഉയർത്തിയിട്ടുണ്ട്. ബഹുഭൂരിഭാഗം മുസ്ലിമീങ്ങൾ താമസിക്കുന്ന ഈ നാട്ടിൽ ഒരു മദ്രസ പോലുമില്ല. നിങ്ങൾ ഉണ്ടാക്കിയാൽ തീർച്ചയായും സഹകരിക്കും എന്നാണ് ഇയാൾ ഉത്സാഹം കാണിക്കുന്നത്. അതേ നാട്ടിൽ അതേ ബാബയുടെ പേരിൽ ഒരു അമ്പലവും ഹിന്ദുക്കളുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. അമ്പലത്തിൽ പൂജിക്കാനെത്തുന്ന മുസ്ലിമീങ്ങളെയും ഹിന്ദുക്കളെയും കാണാം. അമ്പല പൂജാരിയോട് കാര്യം ചോദിച്ചു. അയാളുടെ വാക്കനുസാരം ഇവിടെ മുസ്ലിമീങ്ങളാണ് അധികവും എത്തുന്നത്. ഉത്സവത്തിന് ഒമ്പിച്ച ജനക്കൂട്ടം ഉണ്ടെന്നാണ് അയാളുടെ പ്രശംസ. ഇത് നരഗുന്ദ. ഹുബ്ലിയിൽ നിന്നും 90 കിലോമീറ്റർ അകലെയാണ് ഈ ഗ്രാമപ്രദേശം. ഈ നാട്ടിന്റെ പ്രസിദ്ധ ചാറത്തെയും ബാബയെയും നമുക്ക് സന്ദർശിക്കാം. ഇത് ഈ മസാറിന്റെ കവാടവും പുറം ചിത്രങ്ങളുമാണ്. ഒരു അമ്പലത്തിന്റെ പുറം ചിത്രങ്ങളെപ്പോലെയുണ്ട്. ഇവിടെ ശിവയുടെയും ഗണപതിയുടെയും തുടങ്ങിയ വിഗ്രഹങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഈ കാണുന്ന കട്ടിലിരുന്നാണ് മസാറിൽ കിടന്നവന്റെ അനന്തരാവകാശിയായ മകൻ ശിഷ്യത്വം നൽകുന്നത്. വിഭൂതിയും ഭസ്മവും കാണാം. ഈ കാണുന്നതാണ് മക്ബറ. നഗ്നമായി കാണുന്ന വ്യക്തിയാണ് ഇതിന്റെ ഉള്ളിലുള്ളത്. എല്ലാ വർഷത്തിന്റെയും 10-ാം മാസത്തിൽ ഉത്സവം നടക്കാറുണ്ടെന്നാണ് ഈ അനന്തരാവകാശി മകൻ പറയുന്നത്. ഉത്സവത്തിന്റെ ഫോട്ടോ ആൽബമിൽ നിന്നും ഞങ്ങൾ പകർത്തിയെടുത്ത ദൃശ്യങ്ങൾ. ഈ നാട്ടിന്റെ ഇമാമും പ്രസിദ്ധരായ സ്വാമികളും ഈ ഉത്സവത്തിൽ അതിഥികളായി എത്താറുണ്ട്. ഈ കാണുന്നത് മസാറിൽ കിടക്കുന്ന ബാബയുടെ മകൻ. ഉള്ളി കൃഷിക്കാരനായ ഇയാളോട് അവിടത്തെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ನಮ್ಮ ಮಾತಿನಲ್ಲಿ ಅಲ್ಲಾ ಅಂದ್ರು ಒಬ್ಬನೇ, ಶಿವ ಅಂದ್ರು ಒಬ್ಬನೇ. ಹೌದಾ? ಆ ಭರೋಸಾ ನಮ್ಮ ಮನುಷ್ಯನೊಳಗೆ ನಾವು ಇಟ್ಕೊಂಡೇವೆ ಅಂದ್ರೆ ಅವ ಅಲ್ಲಾನ್ ರೂಪದಾಗರ ಬಂದು ಕಾಣಬಹುದು, ಶಿವನ್ ರೂಪದಾಗರ ಬಂದು ನಮ್ಮನ್ನು ಕಾಯ್ಬೋದು. ಆದರೆ ಹೆಂಗಂದ್ರೆ ಅವ ಕಾಣಂಗಿಲ್ಲ. ಮನುಷ್ಯನ ಭರೋಸಾ ಈ ಕೆಲಸ ಅವನ ಮಾಡ್ಯಾನಪ್ಪ ಅನ್ನೋ ಭರೋಸಾ ನಮಗೆ ಸಿದ್ಧ ಮಾಡಿ ಹೇಳ್ಬೋದು. ನಾವು ಉರ್ಸ್ ಮಾಡಿದ್ರು ಒಂದ, ಪೂಜಾ ಮಾಡಿದ್ರು ಒಂದ, ಜಾತ್ರೆ ಮಾಡಿದ್ರು ಒಂದ, ಎಲ್ಲಾನು ಒಂದೇ ಅನ್ನೋದು ದೃಷ್ಟಿಯೊಳಗೆ ಕಾಣ್ತಿದ್ರು. ಈಗ ಹಿಂಗಿಟ್ರೆ ಅಲ್ಹಮ್ದುಲಿಲ್ಲಾಹಿ ರಬ್ಬಿಲ್ ಆಲಮೀನ್ ಅಂದ್ರೆ ಅದು ಅಕ್ಷರ ಮ್ಯಾಗಿಟ್ರೆ ಅದನ್ನು ಪೂರ ಹೇಳ್ತದೆ. ಅಲ್ಲೇ ಟಿಕ್ ಟಿಕ್ ಮಾರ್ಕ್ ಅದಾವ. ಈಗ ಅವೆಲ್ಲ ನಮ್ಗೆ ಗೊತ್ತಾಗ್ಬಿಟ್ಟವ್ರು. ಹಾಂ ಇದೆ ನಮ್ಮದು ನೋಡ್ರಿ. ಫಾತ್ಯಾನೂ ಮಾಡ್ತೀವಿ, ಪೂಜಾನೂ ಮಾಡ್ತೀವಿ. ಕುರಾನದೊಳಗಿನ ಅನುಭವನೂ ನಮಗೆ ಜ್ಞಾನಕ್ಕೆ ಬಂದ್ಬಿಟ್ಟೈತಿ. ಶಾನ್ಯಾರಂದ್ರೆ ಶಾನ್ಯಾರು, ಹುಚ್ಚರಂದ್ರೆ ಹುಚ್ಚರು. ನೋಡಪ್ಪ ಒಂದ ಮಾತು ಹೇಳ್ತೇವೆ ನಿಮಗೆ. ഇയാൾ പറയുന്നത് ശിവനും അള്ളയും എല്ലാം ഈ വിഗ്രഹത്തിലുണ്ടെന്നാണ്. പെന്ന് വെച്ചാൽ ഓതുന്ന ഇലക്ട്രിക് മുസ്ഹഫാണ് പ്രധാന കറാമത്ത്. നിസ്കാരം, ഖുർആൻ അതൊന്നും അറിയില്ല. ഹിന്ദുമതവും ഇസ്ലാം മതവും രണ്ടും ഒന്നാണ്. റബീഉൽ അവ്വലിന്റെ ദിവസത്തിൽ 30,000-ഓളം ആളുകൾ ചേർന്ന് പാട്ടും ഡാൻസുകളും നടത്താറുണ്ടെന്ന് അഭിമാനത്തോടുകൂടെ ഇയാൾ പറയുന്നു. മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് കേരളീയ മാതൃകയിൽ മദ്രസകളും ദീനി ദഅവകളും എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ആഗസ്റ്റ് 1-ന് മംഗലാപുരം ടൗൺ ഹാളിൽ തുടക്കം കുറിച്ച പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നാഷണൽ മിഷൻ തെരഞ്ഞെടുത്ത പ്രദേശങ്ങളിലൊന്നായ ബിജാപൂരിന്റെയും പരിസരത്തിന്റെയും പഠനയാത്ര റിപ്പോർട്ടാണ് നിങ്ങൾ കണ്ടത്. നാഷണൽ മിഷനിന്റെയും കർണാടക SKSSFന്റെയും നേതാക്കളടങ്ങുന്ന പഠനയാത്രയിൽ ഞങ്ങൾ പഠിച്ചു മനസ്സിലാക്കിയ ചില അതിപ്രധാന കാര്യങ്ങൾ നേതാക്കളുടെ സമക്ഷം സമർപ്പിക്കട്ടെ. ഇവിടെ മദ്രസകൾ നിർമ്മിക്കാൻ ഒരുപാട് പേർ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും ദീർഘകാലം നിലനിൽക്കാതെ അല്പകാലം കൊണ്ട് തന്നെ തകർന്നുപോയ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പഠിപ്പിക്കാനും പള്ളികളിൽ ഇമാമ നിൽക്കാനും ഉസ്താദുമാരില്ല എന്നതാണ് അതിപ്രധാന കാരണം. മംഗലാപുരം പ്രദേശങ്ങളിൽ നിന്ന് പോയി ദഅവ നടത്തുന്ന ഉസ്താദുമാർ ദീർഘകാലം നിൽക്കാതെ മടങ്ങുന്നു. ഈ പ്രദേശങ്ങളിൽ ദഅവ നടത്തിയ നേതാക്കളെ സന്ദർശിച്ചും പഠിച്ചു മനസ്സിലാക്കിയും അവസാനം ഞങ്ങൾ കണ്ടെത്തിയ ഒരു വഴി ഈ നാട്ടിൽ തന്നെ മുഅല്ലിമീങ്ങളെ ഉണ്ടാക്കണം. ഫാക്കൽറ്റീസുകളെ ഇറക്കുമതി ചെയ്തുകൊണ്ടുള്ള പരിപാടി ദീർഘകാലം നിലനിൽക്കില്ല.
അതിനുവേണ്ടി നമുക്ക് ഹുബ്ലി ധാരവാഡിന്റെ ഇടയിൽ ഒരു സെന്റർ നിർമ്മിക്കേണ്ടതുണ്ട്. പ്രസ്തുത സെന്ററിൽ 10ാം ക്ലാസ് പാസ്സായ ഒരു വിദ്യാർത്ഥിയെ ജോബ് ഓറിയന്റഡ് അറബിക് ടീച്ചർ കോഴ്സ് എന്ന നിലക്ക് അഡ്മിഷൻ നൽകി, കുടുംബത്തിന് സ്റ്റേ ഫണ്ട് നൽകി, 3 വർഷത്തിന്റെ മുഅല്ലിം കോഴ്സ് നൽകി, അതിലൂടെ പുറത്തുവരുന്ന തദ്ദേശ നിവാസികളായ മുഅല്ലിമീങ്ങളെ കൊണ്ട് മദ്രസകൾ നിർമ്മിക്കാം. പ്രസ്തുത പദ്ധതിയുമായി മുന്നോട്ടു വരികയും പ്രാദേശിക സഹകരണത്തിന് വേണ്ടി SKSSF ഹുബ്ലി ഡിസ്ട്രിക്ട് കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു. ഈ കാണുന്നത് നാസിർ എന്ന മലയാളി സുഹൃത്താണ്. ഇദ്ദേഹത്തിന്റെ കുടുംബം 40 വർഷങ്ങളോളമായി ഹുബ്ലിയിൽ തന്നെ വസിക്കുന്നു. ഈ പദ്ധതി സമ്പൂർണമായും വിജയിക്കും എന്നാണ് ഇയാളുടെ പരിചയം വെച്ച് അഭിപ്രായം പറയുന്നത്. എൻ്റെ വാപ്പയും എൻ്റെ സ്ഥാപനങ്ങൾ നടക്കുന്നത് ഏകദേശം 40 വർഷത്തോളമായി. പിന്നെ ഇതിനിടയിൽ നമുക്ക് നിങ്ങൾ പറഞ്ഞ മാതിരി ദീനി സ്ഥാപനങ്ങളുമായി മുന്നേറാൻ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇതുവരെ പറ്റിയിട്ടില്ല. അതിലൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. മനസ്സിൽ നല്ലോണം ആഗ്രഹം ഉണ്ടായിരുന്നു ദീനിനെ ഇത്രയും അങ്ങോട്ടേക്ക് നമുക്ക് എത്തിക്കണമെന്നും. പക്ഷേ അവിടെ കുറേ മാതിരി അനാചാരങ്ങൾ കുറേ നടക്കുന്നുള്ള ഏരിയയാണിത്. ദീനിനൊക്കെ ഒതുക്കാത്ത വിധത്തിലുള്ള അനാചാരങ്ങൾ നടക്കുന്ന ഒരു ചുറ്റുപാടാണ് ഹുബ്ലിൻ്റെ ചുറ്റുപാട് നടക്കുന്നുള്ളത്. പക്ഷെ അതിനെതിരെ പ്രതികരിക്കാനുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ അടുത്തില്ലായിരുന്നു. പക്ഷെ അതിനുള്ള ഒരു ബാക്ക് സപ്പോർട്ടായിട്ട് അത് ആരും ഇതുവരെ നമ്മളെ സമീപിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ നിങ്ങൾ വന്നതും വളരെ സന്തോഷമായി. വളരെ നല്ല കാര്യമാണ് ചെയ്തത്. നമുക്ക് ഈ അനാചാരത്തിനെതിരെ നല്ലൊരു നിലയിൽ നല്ലൊരു മദ്രസ പഠനത്തിലൂടെ നല്ലൊരു ബോധവത്കരണത്തിലൂടെ നമുക്കവരെ നന്നാക്കി എടുക്കാൻ പറ്റും. ഇൻഷാ അല്ലാഹ് നമുക്ക് ഹുബ്ലി ധാരവാഡിൻ്റെ ഹൈവേന് മധ്യത്തിൽ തന്നെ നല്ല സെൻറ്ററിൽ തന്നെ നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ മുഅല്ലിം കോഴ്സിനുള്ള തയ്യാറാക്കാൻ പറ്റത്തില്ല നമ്മുടെ സ്ഥാപനം നമുക്ക് സ്ഥലം കണ്ടെടുക്കാൻ സ്ഥാപനം ഉണ്ടാക്കുകയും വളരെ പെട്ടെന്ന് ചെയ്യാനും പറ്റും ഇൻഷാ അല്ലാഹ്. ഇത് ധാർവാഡിലെ മുഹമ്മദ് ഹനീഫ് എന്ന പ്രാദേശിക നേതാവ്. ഹുബ്ലി ധാർവാഡിന്റെ ഇടയിൽ ഈ വൈജ്ഞാനിക മുന്നേറ്റത്തിന് സമ്പൂർണമായ സഹകരണയും പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇദ്ദേഹം. ഇത് കരീം ഹാജി മകൻ മുനീർ ഹാജിയും. സമസ്തയുടെ ഉറുദു സിലബസിലുള്ള 7 മദ്രസകൾ ഇദ്ദേഹം സ്വന്തം ചെലവിൽ നടത്തുന്നു. ഇത് ഹാനഗൽ ദാറുൽ ഹുദ ഓഫ് ക്യാമ്പസ്. കരീം ഹാജി ദാനം ചെയ്ത സുന്ദരമായ വീടും 5 ഏക്കർ മാങ്ങയുടെ തോപ്പും ഇന്ന് അറിവിന്റെ പൂന്തോപ്പായി വളരുന്നു. കരീം ഹാജിയോട് ഈ പദ്ധതിയെക്കുറിച്ച് നാം ചർച്ച ചെയ്തപ്പോൾ സഹർഷം അദ്ദേഹം സ്വീകരിക്കുകയായിരുന്നു. അനമട്ടി എന്ന സ്ഥലത്തിലുള്ള തന്റെ 2 ഏക്കർ മാങ്ങത്തോട്ടം ഈ പദ്ധതിക്കായി ദാനം ചെയ്യാനുള്ള വാഗ്ദാനം നൽകി. പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നാഷണൽ മിഷൻ മുന്നോട്ട് വെച്ച ഈ പദ്ധതി സമസ്തയുടെ വിദ്യാഭ്യാസ രീതിയിലൂടെ ഈ പ്രദേശത്ത് വൈജ്ഞാനിക വിപ്ലവം സൃഷ്ടിക്കും എന്നുള്ളതിൽ സംശയമില്ല. പാണക്കാട് കുടുംബത്തിന്റെയും സമസ്തയുടെയും നേതൃത്വം നമുക്കുണ്ട്. ഈ മുന്നേറ്റത്തിന് പാണക്കാട് സയ്യിദന്മാരുടെയും സമസ്ത നേതാക്കളുടെയും കൂടെ നിൽക്കണമെന്ന അഭ്യർത്ഥനയോടെ